ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും ഏതൊരു അക്കൗണ്ട് ആയാലും അത് സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്നുള്ളൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കുറേ പേർക്ക് അറിയാം, എന്നാലും അറിയാത്ത കുറേ പേരുകളുണ്ട്. നിങ്ങളൊരു ട്രേഡിംഗ് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു നോർമലി നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പം ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരാളെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിലുള്ള കോഡ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരു അക്കൗണ്ടും ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ആ അക്കൗണ്ടിന് ഏറ്റവും സേഫാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് എങ്ങനെയാണ് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആപ്ലിക്കേഷൻ വരും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ ID വെച്ചിട്ട് അത് സൈനപ്പ് ചെയ്യണം. നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയുള്ളൊരു പേജാണ് വരിക. നിലവിൽ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത പേജാണ് കാണുന്നത്. ഒരു അക്കൗണ്ട് ഞാൻ അവിടെ ലിങ്ക് ചെയ്തിട്ടുമുണ്ട്. കണ്ടോ, അവിടെ ഒരു കോഡ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു അക്കൗണ്ട്, അതായത് ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്ത് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേറെ ഫോണിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലത്തിന് ശേഷം നിങ്ങളുടെ ഫോണിൽ തന്നെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ കോഡ് ചോദിക്കും. അത് കൊടുത്താൽ മാത്രമാണ് ഓപ്പൺ ആവുക. രണ്ട് രീതിയിൽ നമുക്ക് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, സ്കാൻ എ QR കോഡ് എൻ്റർ എ സെറ്റപ്പ് കീ, അതായത് ഒരു കീവേഡ് വെച്ചിട്ടും നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതായത് സെലൻസിയോ എന്ന് പറഞ്ഞ ഒരു മൈനിങ് ആപ്ലിക്കേഷനുമായിട്ടാണ് ഇവിടെ ലിങ്ക് ചെയ്തിട്ട് കാണിക്കാൻ പോകുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ സെറ്റിങ്സിൽ സെക്യൂരിറ്റിൻ്റെ ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണിക്കും. അതല്ലാതെ തന്നെ 2FA എന്നുള്ള ഒരു ഓപ്ഷൻ ആവും വന്നിട്ടുണ്ടാകുക. ഞാൻ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എനേബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ 2FA ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു കോഡും വന്നിട്ടുണ്ട്. ഇവിടെ സ്കാനർ ഇല്ല, ചിലതിൽ സ്കാനറും കോഡും കാണിക്കും. ഇവിടെ കോഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ നേരെ ആ കോഡ് കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മുടെ ഒതൻറ്റിക്കേറ്റർ ആപ്പിൽ വന്നതിന് ശേഷം എൻ്റർ എ സെറ്റപ്പ് കീ എന്നുള്ള ഓപ്ഷനാണ്. കാരണം നമുക്കിവിടെ കീവേഡാണ് കിട്ടിയത്. സ്കാനർ ആണെങ്കിൽ നിങ്ങൾ ആ സ്കാൻ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റിലത്തെ ബോക്സിൽ തന്നെ ഒരു നെയിം കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ്റെ ഇതാണോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൻ്റെയാണ് ലിങ്ക് ചെയ്യുന്നത്, ആ ഒരു നെയിം കൊടുക്കണം. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു കീവേഡ് രണ്ടാമത്തെ ബോക്സിൽ പേസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ ബോക്സിൽ നിങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട. ടൈം ബേസിലാണ് അതിൻ്റെ കോഡ് വർക്ക് ആവുന്നത്. അവിടെ നിങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട. നേരെ താഴ്ഭാഗത്തുള്ള ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ കോഡ് അവിടെ റണ്ണിങ് ആയത് കാണാൻ പറ്റും. ഈ ഒരു കോഡിൻ്റെ പ്രത്യേകത എന്നുള്ളത് വെറും 30 സെക്കൻഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് കിടക്കുന്നത്. അത് 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റീഫ്രഷ് ആവും. നെക്സ്റ്റ് പുതിയൊരു കോഡ് അവിടെ ജനറേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈ ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത്, നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ കൊടുക്കാൻ വിചാരിക്കുന്നത് ആ ഒരു കോഡ് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളത് കൺഫേം ചെയ്യണം. എന്നാൽ മാത്രമാണ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. നിങ്ങൾ ആ ഒരു കീവേഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് എന്ന് വിചാരിച്ച് എന്താവില്ല, അത് റണ്ണിങ് ആവില്ല. അതിന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഫസ്റ്റത്തെ വട്ടം തന്നെ ആ ഒരു കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് നെക്സ്റ്റ് തവണ എന്താവുകയുള്ളത് സേവ് കണ്ടോ, ഇവിടെ കണ്ടോ, അത് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇങ്ങനെ കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്ക് ചെയ്യണം. അതായത് നിങ്ങൾ ലിങ്ക് ചെയ്തതിന് ശേഷം ആ ഒരു കോഡ് ആ സ്പോട്ടിൽ തന്നെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ കൺഫേം കൊടുത്താൽ മാത്രമാണ് അത് പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ, റണ്ണിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളിവിടെ നോക്കേണ്ടത് ഈ ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഈ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ തന്നെ കൺഫേം അല്ലെങ്കിൽ ഓക്കെ എന്താണ് അവിടെ കാണിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളത് കൺഫേം ആയിട്ട് ഈ ഒരു പ്രോസസ്സിങ് എല്ലാം ചെയ്യണം. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ കോഡ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ടൈം കഴിഞ്ഞിട്ട് പുതിയ കോഡ് ജനറേറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ കോഡ് എറർ ഒന്ന് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാക്സിമം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലക്ഷ്യമർക്കത്ത് വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായിട്ട് കാണാം.